അതുവേ ഫ്ലോപ്പ് ആക്കിട്ട് പാടിക്കോ. ഏത് പൂമുത്തോളായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നല്ലേ? അതെ. പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. അപ്പോൾ എൻ്റെ കൂടെയുള്ള അന്നത്തെ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ഒക്കെ കിട്ടിയ ഒരു പാട്ടുകാരൻ തന്നെ എന്നോട് പറയുന്നുണ്ട്, ഞാനൊക്കെ മ്യൂസിക് പ്രൊഫഷനായിട്ട് വെച്ച മനസ്സിലാക്കാം, ഈ രഞ്ജൻ രാജിനെ പോലത്തെ ആൾക്കാർക്ക് എന്ത് കണ്ടിട്ടാണ് ഇത് പ്രൊഫഷനായിട്ട് വെച്ചിരിക്കുന്നത്, അവനൊക്കെ എന്താവാനാണെന്ന് ചോദിച്ചു. എൻ്റെ ഓടി വന്ന് മോനെ പോലെ തന്നെ അങ്ങോട്ട് എന്നെ കെട്ടിപ്പിടി ഹഗ് ചെയ്യാണ്. ഞാനും ചാടി എണീറ്റു, ഞാനും ഹഗ് ചെയ്തു ആൻറ്റി. എന്നിട്ട് ആൻറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ്. അപ്പൊ അവർക്ക് അത് എനിക്ക് തോന്നുന്നു ജോസഫിലെ പാട്ടുകളോടുള്ള ഒറ്റ ഒരു ഇഷ്ടമാണ് അതിന് കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രീമോറേറ്റിന് വേണ്ടിയിട്ട്, ശ്രീമോർ മേനോന് വേണ്ടിയിട്ട്, ഒടിയന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീം ചെയ്ത ഒരു സംഭവമായിരുന്നു. അതൊരു ലൊക്കേഷൻ ടീസറായിരുന്നു. വാരണാസിയിൽ നിന്ന് ലാലേട്ടൻ വരുന്നു എന്ന് പറയുന്ന ഒരു ടീസറും തേങ്കുറിശി എത്തി എന്ന് പറയുന്ന ടീസർ, അങ്ങനെ 2 ടീസേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ എക്സൈറ്റ്മെന്റ്. ലാലേട്ടനെ സ്ക്രീനിൽ ലാലേട്ടൻ നിൽക്കുമ്പോൾ അതിന് മ്യൂസിക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അമ്മ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് ജോസഫ് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അനുഗ്രഹമായിട്ടാണ് എൻ്റെ സിനിമ ലൈഫിനെ തന്നെ കാണുന്നത്. ജോസഫ് ഇല്ലെങ്കിൽ എനിക്ക് സിനിമയില്ല. അമ്മയ്ക്ക് ഞാൻ പാടുന്ന ദേവാങ്കണങ്ങൾ ഇഷ്ടമായിരുന്നു. ഞാൻ എല്ലാവരുടെയും അത് പാടാറുണ്ട്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. എനിക്ക് പാലക്കാടാണ് എൻ്റെ ഒരു റിലീഫിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അത് പാലക്കാട് എന്ന് പറയുമ്പോൾ 10-11 മണിയുടെ വെയിൽ, പാലക്കാടൻ വെയിലിന് പ്രത്യേകതയുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ആകാശത്തിന്റെ ടോണിന് വ്യത്യാസമുണ്ട്, പാലക്കാടൻ മഴയ്ക്കും വ്യത്യാസമുണ്ട്. പാലക്കാടിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഓടി വരുന്നുണ്ടെങ്കിൽ പാലക്കാടിനെ ആലോചിക്കുമ്പോൾ എനിക്ക് സൂര്യാംശൂരു അതുപോലുള്ള എല്ലാ പാട്ടുകളും എനിക്ക്, അതായത് കുറച്ച് നാടൻ ശൈലിയിലുള്ള പാട്ടുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ സുമതി വളവിലെ ഒറ്റ നോക്ക് എന്ന് പറഞ്ഞ പാട്ടില്ലേ, ഒറ്റ നോക്ക് കൊണ്ട് ഞാൻ ചെയ്ത പാട്ട് ആക്ച്വലി പാടാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സോങ് ആണ്. പക്ഷെ അത് അത്ര വലിയ ഹിറ്റ് ആയില്ല അവിടെ. എന്തുക്കോ എവർക്കോ തെളിയീ പയനം ముందుకో తెలుసుకో. ഇന്ന് എൻ്റെ കൂടെയുള്ള ആളെ ഞാൻ പരിചയപ്പെടുത്തില്ല, പകരം നമുക്കൊരു പാട്ടിലൂടെ ആളെ മനസ്സിലാക്കിയാലോ? റബേക്ക പാടിക്കോളൂ. പരിപാടി മറ്റുള്ളവർ പാടാൻ വേണ്ടിയാണ് പാട്ടില് കൂടുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പരിപാടി മുന്നോട്ട് കൊണ്ട് അതുവേ ഫ്ലോപ്പ് ആക്കിട്ട് പാടിക്കോ. ഏത് പൂമുത്തോളായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നല്ലേ? അതെ. പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരേണം മെന്മണി. അടിപൊളി. എനിക്ക് ഐഡിയ സ്റ്റാർ സിംഗർ അല്ല, അതിനു മുമ്പ് നമുക്ക് തുടങ്ങാം. എന്നൊട്ടാണ് രഞ്ജിൻ രാജിന് ഐ എം ഗോയിങ് ടു ബി എ കമ്പോസർ അല്ലെങ്കിൽ സിംഗർ, ലിറിസിസ്റ്റ്, ഇതിനോടൊക്കെയാണ് പാഷൻ എന്നുള്ളത് എപ്പോഴും ചൈൽഡ്ഹുഡിലൊക്കെ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഓരോ തിരിച്ചറിവ് ചൈൽഡ്ഹുഡിൽ തന്നെ കിട്ടുന്നു എനിക്ക് തോന്നുന്നു. ഞാനൊരു ചെറുപ്പം തൊട്ടിന് സ്റ്റേജ് പ്രോഗ്രാമുകളിലും ആനിവേഴ്സറി പോലത്തെ പരിപാടികളിൽ LKG തൊട്ട് കയറുന്ന ആളാണ്. LKG ഭയങ്കര ഇഷ്ടമാണോ പാട്ടിനോട്? ഡെഫിനറ്റ്ലി ഇഷ്ടമുണ്ട്, പാടാൻ ഇഷ്ടമുണ്ട്. ബൈ ഡിഫോൾട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ കയറി പാടിയത് ആ ചെറുപ്പത്തിൽ തന്നെ. LKG പാടി, LKG UKG പാടിയ എല്ലാം ഡിവോഷണൽ സോങ്സ് ആണ് ഞാൻ പാടിയിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. LKG തൊട്ട് 4th വരെ, ആനിവേഴ്സറി വരാൻ ഇങ്ങനെ കാത്തിരിക്കും പാട്ട് പാടാൻ വേണ്ടിയിട്ട്. ആ വർഷം ഏത് പാട്ടാണ് പാടുന്നത് എന്നുള്ള കാര്യം ആ വർഷം തുടക്കം തൊട്ട് ആലോചിച്ച് തുടങ്ങും. എൻ്റെ വീട്ടിൽ ഡിസ്കഷൻ, അമ്മയും മുത്തശ്ശിയൊക്കെ. അപ്പോൾ അവരുടെ ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കൂടുതൽ എൻ്റെ വീട്ടിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അച്ഛനൊക്കെ പ്ലേ ചെയ്യുന്നത് ഡിവോഷണൽ സോങ്സ് ആണ് കൂടുതലും കേട്ടുകൊണ്ട് എഴുന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഫോർമാറ്റിലൊക്കെ കമ്പോസ് ചെയ്ത് നോക്കാൻ തുടങ്ങി. ഒരു 5ാം ക്ലാസ് ഒക്കെ എത്തിയ സമയത്തിന് ലിറിക്സ് ഒക്കെ എഴുതി കമ്പോസ് ചെയ്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കാസറ്റുകളിൽ റെക്കോർഡ് ചെയ്തൊക്കെ വെക്കും. അപ്പോൾ അന്നോട്ടേ അതിനോടൊരു കമ്പം, ഒരു പാഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ
അങ്ങനെയൊക്കെയാണ്. കരിയർ ഇത് വേണം എന്നൊക്കെ അത് കുറച്ചും കൂടെ നമ്മൾ മെച്യൂർഡ് ആകുമ്പോഴാണല്ലോ ഈ പറഞ്ഞ ഈ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ പ്രോഗ്രാം, സ്റ്റാർ സിംഗറിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കുറച്ചും കൂടെ വലിയ വാതിലുകൾ തുറന്നു വന്നു, കുറച്ചും കൂടെ വലിയ ക്യാൻവാസ്. നമ്മൾ അവിടെ പോയിട്ട് പകച്ചു നിൽക്കുന്ന ഒരു നാട്ടിൻപുറത്തുകാരനായി വെറും ഒരു പാവപ്പെട്ട പയ്യനായിരുന്നു. ഇപ്പോഴും നമ്മൾ ആ പാവപ്പെട്ട പയ്യൻ തന്നെയാണ്. പക്ഷെ എങ്കിലും ആ സമയത്ത് നമുക്ക് എങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ കോമ്പറ്റീഷൻ മനോഭാവം, എങ്ങനെയാണ് ഇതൊക്കെ ഡീൽ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ അതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ അല്ലെങ്കിൽ ഒരു അടുത്ത സ്റ്റേജിലേക്ക് എത്തിപ്പിക്കുന്ന പല വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റാർ സിംഗർ തന്നെയായിരുന്നു. ഈ പറഞ്ഞ സഭാകമ്പം മാറാനും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേജിൽ കയറി പാടാനൊക്കെ ഉള്ള പേടിയൊക്കെ കുറച്ച് കുറയാനും, കുറച്ചും കൂടെ ഒരു ബിഗർ സൈസ് സ്റ്റേജിലൊക്കെ നിന്ന് പാടാനുള്ളൊരു കോൺഫിഡൻസും ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസിന്റെ ഒരു തുടക്കം ഒക്കെ തന്നത് ആ ഒരു പരിപാടി. നമുക്ക് ഫസ്റ്റ് ഇയറിൽ പോകുമ്പോൾ റാങ്കിങ് കിട്ടുന്ന സമയത്ത് സെക്കൻഡ് ഇയറിൽ പോകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ കോൺഫിഡൻസോടുകൂടെ ആവുമല്ലോ. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഇപ്പം കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. സ്റ്റാർ സിംഗർ എന്ന ആ ഒരു വേദി എടുത്ത് നോക്കിയാലും ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്, വിന്നേഴ്സ് ആയിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷേ ഒരു മാർക്ക് സൃഷ്ടിക്കാൻ പറ്റി എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും? സ്വയം ചിന്തിക്കുമ്പോൾ എത്രയോ ആൾക്കാരുണ്ട്, ഈക്വലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും കാണും. പക്ഷേ ഇപ്പോൾ വെൽ നോൺ ആയിട്ടുള്ള ഒരു യങ് കമ്പോസർ, ലിറിസിസ്റ്റ്, സിംഗർ എന്ന രീതിക്കൊക്കെ അറിയപ്പെടാനുള്ള ഒരു റീസൺ സ്വയം ചിന്തിക്കുമ്പോൾ എന്താ പറയാൻ പറ്റുക? അത് നമ്മൾ ചെയ്ത പാട്ടുകൾ ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ട് തന്നെ. ഇപ്പോൾ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചോദ്യമൊന്നും ചോദിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഹിറ്റുകൾ കൊടുക്കാൻ പറ്റിയത് കൊണ്ടും അല്ലെങ്കിൽ 4 പേര് മനസ്സിലായ പാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ടും, അപ്പോൾ അതൊരു ഭയങ്കര ലക്ക് ഫാക്ടറും അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹവും അല്ലെങ്കിൽ ഈ പറയുന്ന ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ടാണ്. കാരണം എന്നെ മോനെ പോലെ കാണുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് എൻ്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞ് സംസാരിക്കുന്ന എത്രയധികം. അതിലേറ്റവും ഇപ്പോഴും ഓർത്തിരിക്കുന്ന കഴിഞ്ഞ 2-3 ദിവസം മുന്നേ പോലും കൂടെ ഞാൻ ഇവിടെ ലുലു ഫോറം മോളിൽ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആൻറ്റി, കൊല്ലത്തുള്ള ഒരു ആൻറ്റിയാണ്, പേര് ഞാൻ മറന്നുപോയി. ആൻറ്റി ഓടി വന്നിട്ട്, ശരിക്കും ആൻറ്റിയുടെ വീട്ടിലെ ആൾ തന്നെയാണ്. ആൻറ്റി അതല്ലാതെ ചിന്തിക്കുന്നില്ല, ഇത് മ്യൂസിക് ഒക്കെ ചെയ്യുന്ന ആളാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊന്നും ചിന്തിക്കുന്നില്ല. ആൻറ്റി ഓടി വന്ന് മോനെ പോലെ തന്നെ അങ്ങോട്ട് എന്നെ കെട്ടിപ്പിടി ഹഗ് ചെയ്യാണ്. ഞാനും ചാടി എണീറ്റു, ഞാനും ഹഗ് ചെയ്തു ആൻറ്റി. എന്നിട്ട് ആൻറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ്. അപ്പൊ അവർക്ക് അത് എനിക്ക് തോന്നുന്നു ജോസഫിലെ പാട്ടുകളോടുള്ള ഒറ്റ ഒരു ഇഷ്ടമാണ് അതിന് കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയതൊരു വലിയ ഭാഗ്യമല്ലേ നമുക്ക്, ഇത്രയും നല്ലൊരു ഓപ്പണിങ് കിട്ടിയത്, ഇത്രയും വലിയൊരു സിനിമ കിട്ടിയത്. അല്ലെങ്കിൽ വലിയ സിനിമ കിട്ടിയിട്ടും പ്രൂവ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയും ഉണ്ടാവാം. പക്ഷെ നമ്മൾ നല്ല പാട്ടുകൾ ചെയ്തിട്ട് മുട്ടുമറിയപ്പെടാത്ത അവസ്ഥയും ഉണ്ടാവാം. അതൊക്കെ മറികടന്ന് പടവും ഹിറ്റാവുന്നു, പാട്ടുകളും ഹിറ്റാവുന്നു, അതാര് ചെയ്തു എന്ന് ശ്രദ്ധിക്കപ്പെടുന്നു, സംസാരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു എഫേർട്ടിന്റെ, നമ്മൾ പണ്ടെപ്പോഴേക്കോ ചെയ്തു വെച്ച എഫേർട്ടിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹാർഡ് വർക്ക്, പെർസിവിയറൻസ് ഇത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാലോ. ഒന്നുമില്ലായ്മയെന്ന് വന്നിട്ടാണ് ഇത്രയും വലിയൊരു വളർച്ച. വലിയ വളർച്ച ഒന്നും ആയിട്ടൊന്നുമില്ല, നമ്മൾ അറിയില്ല വലുതെന്താ ചെറുതെന്നൊന്നും എനിക്ക് അറിയൊന്നുമില്ല. ഞാൻ എന്നും ഈ പറഞ്ഞ പോലെ പാട്ടുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ പല ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യലും, പല റൈറ്റേഴ്സിനെ മീറ്റ് ചെയ്യലും, പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്യലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യാതെ അവർക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. നമ്മൾ അത് മിക്കവർക്കും കേട്ടോ. അത് ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? പോയപ്പോ റിജക്ഷൻ ഒരുപാട് ഫേസ് ചെയ്ത ആൾക്കാർ എന്നെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാടാൻ വേണ്ടി ഒന്ന് വരുമോ? ഒരുപാട് ഇപ്പൊ നമ്മള് പേര് പറയാതെ 1-2 ഇൻസിഡന്റ് പറയാൻ. സ്റ്റാർ സിംഗറിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അടുത്ത ഒരു പുതിയ സ്റ്റാർ സിംഗറിൽ വരുന്ന പിള്ളേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പഴയ സ്റ്റാർ സിംഗേഴ്സ് എല്ലാവരും കൂടെ പോകും. ആ പോകുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തൃശ്ശൂർ ലൂസിയ പാലസ് ആണോ ഹോട്ടലിൻ്റെ പേര്, ലൂസിയ പാലസ് ആണോ അങ്ങനെ എന്തോ ഒരു ഹോട്ടൽ, അങ്ങനെ എന്തോ ഏതൊരു ഹോട്ടൽ. അപ്പോൾ അവിടെ ഇരിക്കുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള അന്നത്തെ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ഒക്കെ കിട്ടിയ ഒരു പാട്ടുകാരൻ തന്നെ എന്നോട് പറയുന്നുണ്ട്, ഞാനൊക്കെ മ്യൂസിക് പ്രൊഫഷനായിട്ട് വെച്ച മനസ്സിലാക്കാം, ഈ രഞ്ജൻ രാജിനെ പോലത്തെ ആൾക്കാർക്ക് എന്ത് കണ്ടിട്ടാണ് ഇത് പ്രൊഫഷനായിട്ട് വെച്ചിരിക്കുന്നത്, ഇവനൊക്കെ എന്താവാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിരിച്ചോണ്ടേ ഇരുന്നുള്ളൂ. എനിക്ക് അപ്പോഴും അങ്ങനെ അറിയുള്ളൂ റിയാക്ട് ചെയ്യാൻ. എനിക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണെന്ന് അറിയാം. മനസ്സിൽ എനിക്ക് വൈരാഗ്യമല്ല, പക്ഷെ ഡെഫിനറ്റ്ലി വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇന്ന് ഞാനത് ഓർക്കണമെങ്കിൽ, അപ്പോൾ എൻ്റെ ആദ്യ പാട്ട് ഞാൻ കമ്പോസ് ചെയ്ത ശേഷം
ഞാൻ അദ്ദേഹത്തെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യണം എൻ്റെ സ്റ്റുഡിയോയിലേക്ക്. ഞാൻ സ്നേഹത്തോടെ പാട്ട് കേൾപ്പിച്ചു കൊടുത്തു. എന്തായിരുന്നു പുള്ളിയുടെ റിയാക്ഷൻ? പുള്ളി വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് പോയി. അതല്ലേ ബിഗ്ഗസ്റ്റ് വിൻ എന്ന് പറയുന്നത്, നമ്മൾ തോറ്റെടുത്ത് നമുക്ക് ജയിക്കാൻ പറ്റാന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അത് പുള്ളിയുടെ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ പറയൊന്നുമില്ല. ഇപ്പൊ ആ സമയത്ത് നമ്മൾ എന്താവുന്ന അവർക്കും അറിയില്ലായിരിക്കും. അപ്പൊ ഇവൻ നമ്മൾ കമ്പോസ് ചെയ്യാൻ വരുന്നോ അല്ലെങ്കിൽ ആ ടാലന്റ് എന്റെ ഉള്ളിൽ ഉണ്ടെന്നോ അറിയാത്ത ഒരാളായി അന്ന് അറിയില്ലായിരിക്കാം. പാസിംഗ് ഔട്ട് എ കമന്റ് ലൈക്ക് ദാറ്റ് ഒരാളോട് അങ്ങനെ പറയാൻ പാടില്ല. ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ റബേക്ക എന്താണെന്നുള്ള കാര്യം എനിക്ക് മുഴുവൻ അറിയില്ലായിരിക്കാം. പക്ഷെ റബേക്ക എന്താണെന്ന് അറിയാത്ത കാര്യത്തെ പറ്റി ഞാൻ പറയാൻ പാടില്ലല്ലോ. റബേക്ക നാളെ എന്താവുന്നോ അല്ലെങ്കിൽ ഇന്നലെ എന്തായിരുന്നോ ഒന്നും എനിക്കറിയാം. ഇപ്പോഴെന്താണെന്നോ ഒന്നും എനിക്കൊരു പരിധി വിട്ട് കൂടുതലൊന്നും അറിയില്ല. അപ്പൊ ഞാൻ കമന്റ് ചെയ്യുന്നതിലും ആ പരിധി ഉണ്ടാവും. അപ്പോൾ അതാണ് അങ്ങനത്തെ ഒരുപാട്. അത് ഞാൻ ചെറുതായിട്ട് പറഞ്ഞു പോയെന്ന് മാത്രം, ഒരു കോൺട്രവേഴ്സി അല്ല കേട്ടോ. ഇല്ല, ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു. എനിക്ക് ഇങ്ങനത്തെ ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമുക്കും ഒരു ഇൻസ്പിറേഷൻ വരുമല്ലോ. അധികം ആർക്കും അറിയാത്ത ഒരു കാര്യം, ഒടിയനിലെ ടീസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവരും ഈ പൂമുത്തോളയിലൂടെയാണ് ഓർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതൊരു വലിയ ഹിറ്റാക്കിയ ആളാണ് എന്നുള്ളത് പലർക്കും രജിസ്റ്റേർഡ് അല്ല. ആ ഒരു ഫസ്റ്റ് ടൈം ചെയ്യുവാണ്. അപ്പൊ ആ സമയത്ത് ഉണ്ടായ ടെൻഷൻ, മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണ്? ടെൻഷനേക്കാളും എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ലാലേട്ടന്റെ ഒരു സംഭവം ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ആദ്യമായിട്ട് കിട്ടുന്ന പ്രോജക്ട്. ഞാൻ ആ സമയത്ത് ഫ്ലവേഴ്സ് ടിവിക്ക് വേണ്ടിയിട്ട് ആഡുകളും പ്രൊമോഷണൽ മ്യൂസിക്കും ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സിന്റെ തുടക്കം തൊട്ട് തന്നെ എന്റെ കരിയറിന് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഫ്ലവേഴ്സ് ടിവിയും അവിടുത്തെ അണിയറ പ്രവർത്തകരും. അപ്പോൾ അവരുടെ അപ്പോൾ ആ ചാനലിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഫ്രീലാൻസ് ചെയ്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അത് ഡയറക്റ്റ് ചെയ്തത്. നിങ്ങളുടെ ഈ പരിപാടിയുടെ പ്രൊഡ്യൂസറായ ആനന്ദഗോപാലാണ് അന്ന് ക്യാമറ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീമിന്റെ ആ സമയത്ത് ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ചാനലിൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന സർക്കിളിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. ശ്രീമർ മേനോന് വേണ്ടിയിട്ട് ഒടിയന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീം ചെയ്ത ഒരു സംഭവമായിരുന്നു. അതൊരു ലൊക്കേഷൻ ടീസറായിരുന്നു. വാരണാസിയിൽ നിന്ന് ലാലേട്ടൻ വരുന്നു എന്ന് പറയുന്ന ഒരു ടീസറും തേങ്കുറിശി എത്തി എന്ന് പറയുന്ന ടീസർ. അങ്ങനെ 2 ടീസേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ എക്സൈറ്റ്മെന്റ്. ലാലേട്ടനെ സ്ക്രീനിൽ ലാലേട്ടൻ നിൽക്കുമ്പോൾ അതിന് മ്യൂസിക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അതുകൂടാതെ ആൾക്കാരൊക്കെ ആ സമയത്ത് ടെൻഷൻ എപ്പോഴും ഉണ്ട്. ഏത് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എത്തിക്കാന്നുള്ളൊരു ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷം ഭയങ്കര കൂടുതൽ തന്നെയാണ്. ആ ടെൻഷൻ ഇല്ലാതെ ഒരു പ്രൊഡക്റ്റും ഉണ്ടാവാൻ പാടില്ല എന്നാണ് എനിക്ക് കേട്ടാ. അങ്ങനെ ചെയ്താലേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ എനിക്ക് ഫീൽ ചെയ്തത് ലാലേട്ടനെ സ്ക്രീനിൽ എനിക്ക് മ്യൂസിക് സ്കോർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പിന്നെ ലാലേട്ടന്റെ ഫാൻസ് ഒക്കെ വിചാരിച്ചു ഞാൻ തന്നെയായിരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതെന്ന് ആ സ്കോർ കേട്ടപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ അസോസിയേഷന്റെ ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ടായി ആ സമയത്ത്. ഈ സ്കോർ ഉണ്ടാവോ, ഇപ്പൊ ധാരാധേന എന്നൊക്കെ കൊണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വെച്ചിട്ടായിരിക്കും ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജുകൾ വരും. അപ്പോഴും എനിക്ക് പറയാൻ അറിയില്ല ഞാനല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനാണോ ചെയ്യുന്നതെന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ആ സമയത്ത് എൻ്റെ അമ്മ എന്നെ വിട്ടുപോയ സമയം, അമ്മയുടെ മരണ സമയമായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ജോസഫിന്റെ പല പാട്ടും നടന്നത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പൊ ആ സമയം അതുകൊണ്ട് തന്നെ ഒടിയന്റെ ഒന്നും പുറകെ പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു. കാരണം അമ്മ ഹോസ്പിറ്റലൈസ്ഡും അതിന്റെ പുറകെയുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടവും നമ്മൾ മാത്രം തന്നെയാണ് എല്ലാം മീറ്റ് ചെയ്തതും ടെൻഷൻ അടിച്ചതും എല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനം കൊടുക്കാൻ ട്രൈ ചെയ്യുന്നതും ഒക്കെ നമ്മൾ മാത്രമേ തന്നെ ഉള്ളൂ. അപ്പം അതിൻ്റെതായ ഒരു ഭയങ്കര ഒരു കോംപ്ലിക്കേഷനിലായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഒടിയൻ്റെ പുറകെ ഓടാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ചെയ്യണമെന്ന്. എന്നിട്ട് ഞാൻ പിന്നെ 100ാമത്തെ ദിവസം ഒടിയൻ്റെ 100ാമത്തെ ദിവസത്തെ ഷൂട്ടിനാണ് ഞാൻ ഒടിയൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അത് പപ്പേട്ടനെ കാണാൻ വേണ്ടി പപ്പേട്ടൻ വിളിച്ചിട്ടാണ് പോകുന്നത്. കാരണം ആ സമയത്ത് ജോസഫിന്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ പപ്പേട്ടൻ വിളിച്ച് അവിടെ പപ്പേട്ടൻ ആ സമയത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ഒടിയൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പേട്ടൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ഒടിയൻ്റെ ലൊക്കേഷനിലേക്ക് ഞാൻ പോകുന്നത്. അപ്പം എന്നെ കൊണ്ട് ആന്റണി പെരുമ്പാവൂർ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീയാണോ ഇതൊക്കെ ചെയ്തത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് വേറെ കമ്പോസറിന് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, ഇപ്പൊ തന്നെ ശ്രീകുമാറിനോട് പോയിട്ട് സംസാരിച്ചിട്ട് പറയണം, ഞാൻ ഇതൊക്കെ നീയല്ലേ ചെയ്തത്, അപ്പൊ നീ തന്നെയല്ലേ സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ നീ എന്തായാലും പോയിട്ട് ശ്രീകുമാറിനോട് സംസാരിക്കണം. ആശീർവാദിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും എന്നാണ് ആന്റണി ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ശ്രീമാരേട്ടനും പറഞ്ഞു. അപ്പോഴേക്കും സാം സിയസ് ആയിരുന്നു എൻ്റെ കമ്പോസർ. അപ്പോൾ സാം സിയസ് ഓൾറെഡി അനൗൺസ് ചെയ്തു പുള്ളിയുടെ നെക്സ്റ്റ് പ്രൊജക്റ്റ് ആയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് പിന്നെ എന്നിട്ടും ശ്രീമാരോടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഡിലേ ആണ് അതിൻ്റെ കാരണം ഒടിയൻ അന്ന് ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷെ ആ ഡിലേയുടെ കാരണം എൻ്റെ അമ്മയുടെ വിയോഗം അല്ലെങ്കിൽ അമ്മയുടെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഞാൻ
മുഴുകിപ്പോയത് കൊണ്ടും അത് കൂടാതെ ഒരു മോഹൻലാൽ പടമൊക്കെ ആദ്യമേ ഞാൻ പോയിട്ട് മുട്ടാനുള്ള ഒരു അവകാശം എനിക്കുണ്ടോ എന്നുള്ള അൺവാണ്ടഡ് ഇത്ര ആളുകൾ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അന്നേ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടാലന്റ് ആൾക്കാർ കണ്ടിട്ടുള്ളതുകൊണ്ടല്ലേ. അപ്പൊ ആ ഒരു ഫയർ എനിക്ക് ഓഡിയനിൽ യൂസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഞാനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. എൻ്റെ നാടും തേങ്കുറിശ്ശിയും ചെറുപ്പം തൊട്ട് എൻ്റെ മുത്തശ്ശിയും എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള കഥകളിൽപ്പെട്ട ഒന്നാണ് ഒടിയൻ. പിന്നെ തേങ്കുറിശ്ശി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് 10 കിലോമീറ്റർ അപ്പുറത്താണ് ഈ തേങ്കുറിശ്ശിയും ഒടിയൻ്റെ സ്ഥലവും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ. കൊല്ലംകോടും കൊടുവായൂരും കൊഴിഞ്ഞാമ്പാറയും തേങ്കുറിശ്ശിയും ഒക്കെ കണ്ടു വളർന്ന ഭാര്യയുമാണ് എൻ്റെ. ഞാൻ ആസ് എ പാലക്കാടൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ എൻ്റെ ബേസിക്കലി എനിക്ക് ഉണ്ട് ആ ഒരു കൾച്ചർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതെനിക്ക് പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് അന്ന് എത്താൻ പറ്റിയില്ല. ഇപ്പൊ അമ്മയുടെ വേർപാടിനെ പറ്റി പറഞ്ഞല്ലോ, വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നെന്ന് അറിയാം. ആർക്കായിരിക്കും പ്രിയപ്പെട്ടല്ലേ അമ്മ? ശരിയാണ്. എപ്പോഴെങ്കിലുമൊക്കെ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിറിക്സ് എഴുതുമ്പോഴൊക്കെ അമ്മയെ ഓർത്ത്? ലിറിക്സ് ഞാൻ അങ്ങനെ എഴുതാറില്ല കേട്ടോ. ലിറിക്സ് ചില സമയങ്ങളിലൊക്കെ എഴുതി പോകുന്നതാണ്. അങ്ങനെ ഒരു ഭയങ്കര ലിറിസിസ്റ്റ് ഒന്നുമല്ല ഞാൻ. അമ്മയുടെ വിയോഗം ആക്ച്വലി അമ്മ എല്ലാ നമ്മുടെ പാട്ടുകളിലും അമ്മ ഭാഗമാവാറുണ്ട്. എങ്ങനെയൊക്കെ നമ്മുടെ ഓർമ്മകളോ തോട്ട്സോ അല്ലെങ്കിൽ അമ്മ തന്നിട്ടുള്ള ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ, അതൊക്കെ ഡെഫിനറ്റ്ലി നമ്മുടെ പാട്ടുകളിൽ മാത്രമല്ല ലൈഫിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റെപ്പിലും അമ്മയുടെ. എല്ലാ ദിവസവും രാത്രി അമ്മയുടെ ഫോട്ടോ നോക്കി ഉമ്മ കൊടുത്തിട്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. അപ്പോൾ അതെന്നും ആ പ്രസൻസ് അല്ലെങ്കിൽ ആ അനുഗ്രഹം തന്നെയാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്. അല്ലെങ്കിൽ ജോസഫ് പോലത്തെ ഇത്രയും വലിയൊരു ഹിറ്റൊന്നും എനിക്ക് കിട്ടില്ല ഫസ്റ്റ് തന്നെ. അത് അമ്മ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് ജോസഫ് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ അനുഗ്രഹമായിട്ടാണ് എൻ്റെ സിനിമ ലൈഫിനെ തന്നെ കാണുന്നത്. ജോസഫ് ഇല്ലെങ്കിൽ എനിക്ക് സിനിമയില്ല. അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു കരിയർ എനിക്ക് കിട്ടിയത്. അതൊരു ഹിസ്റ്ററിയാണ്. ഇനിയിപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പൂമുത്തോളയും ഉയരുന്നാഥനെയും കണ്ടെത്താ ദൂരവും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ കാരണക്കാരി എൻ്റെ അമ്മയാണ്. അമ്മ ഉണ്ടായിരുന്നപ്പോ എങ്ങനെയാണ് പാട്ടിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നത്? അമ്മ പാട്ടുകാരൻ എന്ന നിലയിൽ ഭയങ്കരമായിട്ട് പ്രാന്താണ് അമ്മയ്ക്ക് എൻ്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മ എൻ്റെ പാട്ടിൽ കേട്ടുകൊണ്ട് കിടക്കും ഫുൾ ടൈം. അമ്മയ്ക്ക് വയ്യാതെ ഒരു 2-3 വർഷത്തോളം വയ്യാതെ ഇരുന്നിരുന്നു. ആ സമയത്തൊക്കെ അമ്മയുടെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ടിൽ തന്നെയാണ്. ഹെഡ്ഫോൺസ് വെച്ച് എൻ്റെ പാട്ടിൽ കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പോഴേ ഞാൻ ഈ പറഞ്ഞ ആഡൊക്കെ ഉണ്ടല്ലോ ഫ്ലവേഴ്സ് ടിവിക്ക് വേണ്ടി, ഇതൊക്കെ അമ്മ ബാഹുബലി പോലെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും ബിഗർ സൈസിലാണ് അമ്മ എന്നെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും അമ്മ കേൾക്കുമായിരുന്നു എൻ്റെ പാട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എൻ്റെ സിനിമ പാട്ടിലൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഭയങ്കര സപ്പോർട്ടാണ് ചെറുപ്പം തൊട്ട് തന്നെ. ഇപ്പൊ കലോത്സവ വേദികളിൽ ഞാൻ പോകുന്ന സമയത്ത് എന്നെക്കാട്ടും ഓടുന്നത് അമ്മയാണ്. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കണ്ടേ. കാരണം പല വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എത്ര ടാലന്റ് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകണ്ട, ഓട് എഞ്ചിനീയർ ഡോക്ടർ. എന്റെ അച്ഛൻ അങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകണ്ട. അച്ഛനും മാനേജറോ അങ്ങനെയൊക്കെ ആവണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ടന്റ് ആവണം, അല്ലെങ്കിൽ അതൊക്കെ അച്ഛന് ചെറിയ ചെറിയ മോഹങ്ങള്. സ്ഥിര വരുമാനമുള്ള ഒരു ജോലിക്കാരനാവണം. മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ട അച്ഛൻ അതായിരുന്നു ആഗ്രഹം. ഇപ്പൊ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ടുമുണ്ട്. ബജാജ് അലയൻസിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 2012-ലൊക്കെ ബികോം കഴിഞ്ഞ ഉടനെ തന്നെ. അപ്പോ അങ്ങനെയൊക്കെ അത് അച്ഛനപ്പ അതൊക്കെ ഭയങ്കര അഭിമാനമാണ്. എന്റെ മോൻ സെയിൽസ് മാനേജർ ആണെന്നൊക്കെ പറയും. പക്ഷെ അത് ഞാൻ മോശക്കാരനായിട്ട് പറയുന്നതല്ല, അവർക്ക് അതാണ്. അല്ലെങ്കിൽ ഒരു മ്യൂസിഷ്യൻ ആണെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ സെയിൽസ് മാനേജർ ആവാൻ ആഗ്രഹിക്കണമെന്ന്, അല്ലെങ്കിൽ എത്ര വലിയ പോസ്റ്റ് ആണെങ്കിലും അത് ആഗ്രഹിക്കണമെന്നില്ല. അപ്പോൾ അച്ഛന് വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ചെറുപ്പം തൊട്ട് തന്നെ ഈ കലോത്സവം കാര്യങ്ങൾ അതിലൊന്നും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. അച്ഛൻ ഞാൻ ജയിച്ചു കഴിയുന്ന സമയത്ത് അച്ഛൻ ഇരുന്ന കാര്യം, പക്ഷെ അതുവരെ കൊണ്ടുപോകാൻ അച്ഛന് പാടാ വേണ്ട. അച്ഛനത് അത്ര സപ്പോർട്ട് ചെയ്യാറുണ്ടായില്ല. പക്ഷെ അമ്മയും മുത്തശ്ശിയാണ് എന്നെക്കാട്ടിലും കൂടുതൽ കലോത്സവ വേദികളിൽ ഓടി നടന്നിട്ടുള്ള 2 വ്യക്തികൾ. ഇപ്പൊ അമ്മയെ കുറിച്ച് പറഞ്ഞില്ലേ, അമ്മ ഒരുപാട് ഇഷ്ടത്തോടെ പാടിയ പാട്ടുകളൊക്കെ കേട്ടുറങ്ങുന്ന ആ ഒരു മെമ്മറീസ് ഒക്കെ, അതിൽ ഏറ്റവും അമ്മയ്ക്ക് പ്രിയപ്പെട്ട നെഞ്ചോട് ചേർത്ത് വെച്ച് കേട്ടൊക്കെ ഉറങ്ങുന്ന ഒരു സോങ്? അമ്മയ്ക്ക് ഞാൻ പാടുന്ന ദേവാങ്കണങ്ങൾ ഇഷ്ടമായിരുന്നു. ഞാൻ എല്ലാവരുടെയും അത് പാടാറുണ്ട്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി
ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. അടിപൊളി. ഓക്കെ, നേരത്തെ പറഞ്ഞില്ലേ ഒരു ചെറിയ പാലക്കാടൻ പയ്യൻ, അതെ. ഓർമ്മകൾ എന്തൊക്കെയാണ് പാലക്കാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ്? ഇന്നും എനിക്ക് പാലക്കാടാണ് എൻ്റെ ഒരു റിലീഫിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ മനസ്സ് പീസ്ഫുൾ ആക്കാനായിട്ട് ഞാൻ ഓടുന്ന സ്ഥലം പാലക്കാടാണ് ഇന്നും. അത് പാലക്കാട് എന്ന് പറയുമ്പോൾ 10-11 മണിയുടെ വെയിൽ, പാലക്കാടൻ വെയിലിന് പ്രത്യേകതയുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ആകാശത്തിന്റെ ടോണിന് വ്യത്യാസമുണ്ട്, പാലക്കാടൻ മഴയ്ക്കും വ്യത്യാസമുണ്ട്. കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ഇരുണ്ട് കുത്തി വരുന്ന മഴയുണ്ടല്ലോ, പാലക്കാട് കാണുന്നതിന് വേറൊരു ബ്യൂട്ടിയാണ്. അത് രാവിലെ ഈ പറഞ്ഞ വെയിലിന്റെ ഉച്ച വെയിലിന് മുന്നേ ഉള്ളൊരു വെയിൽ, 10-11 മണി. ഞാൻ സ്കൂളിലൊക്കെ നമ്മൾ പോവാതെയൊക്കെ എങ്ങനെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ വെയിൽ വരാൻ കാത്തിരിക്കും. ആ സമയം ഒരു 10-11 മണി സമയത്ത് കിട്ടുന്ന വെയിൽ, അതൊരു പാലക്കാടിൻ്റെതായൊരു സംഭവമാണ്. നമ്മൾ എവിടെയൊക്കെ പാടങ്ങൾ കണ്ടാലും പാലക്കാട് കാണുന്ന പാടത്തിന് അതിൻ്റെതായ, പിന്നെ അതിനേക്കാട്ടിലും ഉപരി ഇപ്പോഴും ആൾക്കാര് അവര് എന്താ പറയാ, ഭയങ്കര ചെറിയ മനസ്സുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനും അങ്ങനെയാണ്. അതെ, അതായത് കൈൻഡ്നെസ് എന്ന് മാത്രമല്ല, അവർക്ക് അത്രയ്ക്ക് അവർ ചിന്തിക്കുന്നുള്ളൂ. ചെറിയ ലോകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് അത്തരം ആൾക്കാരെ എനിക്ക് തോന്നാറ്, പാലക്കാടൻ ആൾക്കാരെ. പിന്നെ ഗ്രാമത്തിൻ്റെതായ ഒരു വിശുദ്ധി ഡെഫിനറ്റ്ലി പാലക്കാടിനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പീസിന് വേണ്ടി ഞാൻ ഓടുന്ന സ്ഥലം എൻ്റെ നാട് തന്നെയാണ്, പാലക്കാട്. മണ്ണിൽ ചവിട്ടുമ്പോൾ തന്നെ അതിൻ്റെതായ ഒരു പ്രത്യേകതയും വ്യത്യസ്തതയൊക്കെ പാലക്കാട് എന്ന് പറഞ്ഞാൽ. അല്ല, എനിക്ക് തോന്നുന്നു പാലക്കാട്ടുകാർക്ക് മാത്രമല്ല, നിങ്ങളിപ്പോ പാലക്കാട്ടുകാരല്ലെങ്കിലും അങ്ങോട്ട് വരികയാണെങ്കിൽ ഈ കാണുന്ന സോ കോൾഡ് കൊല്ലംകോടൊന്നും അല്ല. കൊല്ലംകോട് ഇസ് ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ. പക്ഷെ പാലക്കാട് എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണി നമ്മൾ ആലോചിക്കുമ്പോ തന്നെ വേറെ ലെവലാണ്. അത് ചെറിയ സ്ഥലം, ഒരു ആലിന്റെ ചവിട്ടി പോയി ഇരിക്കുകയാണെങ്കിലും ആ പാലക്കാടിന്റെ ഒരു ബ്യൂട്ടി എന്നൊരു സംഭവമുണ്ട്. ഈ പാലക്കാടിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഓടി വരുന്നുണ്ടെങ്കിൽ? പാലക്കാടിനെ ആലോചിക്കുമ്പോ എനിക്ക് സൂര്യാംശൂരു അതുപോലുള്ള എല്ലാ പാട്ടുകളും എനിക്ക്, അതായത് കുറച്ച് നാടൻ ശൈലിയിലുള്ള പാട്ടുകളും, മേടമാസപ്പുലരി, അത് കായലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അത്തരം ഒരു നേറ്റിവിറ്റി പറയുന്ന പാട്ടിൽ എന്ത് കേൾക്കുമ്പോഴും ഞാൻ മനസ്സിലോട്ട് പെട്ടത് പാലക്കാടിലേക്ക് എത്തും. അതിന് കായൽ കരയിൽ തനിച്ചിരുന്നത് കാണാൻ എന്ന് പറഞ്ഞ പാട്ടാണെങ്കിലും അത് ആലപ്പുഴയൊക്കെയാണ് പറയുന്നതെങ്കിലും ആ ഒരു നേറ്റിവിറ്റിയുടെ ഒരു ടോൺ കാതിലേക്ക് കിട്ടുമ്പോൾ അറിയാതെ ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് എത്തും. പാടിക്കോ ഏതെങ്കിലും. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, അത്ര മതി. ഇംഗ്ലീഷ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, പാട്ട് പാടുമ്പോൾ മാത്രമല്ല സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോഴും സൗണ്ടിനൊരു പാട്ടുകാരനാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഒരു വോയിസ്, ഭയങ്കര ഒരു ഗാംഭീര്യം ഉണ്ട്. അത് ആൾക്കാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബേസ് വോയിസ് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുപാട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന തെലുങ്ക് പടങ്ങളിലെ ഡയറക്ടറും ആൾക്കാരൊക്കെ എന്നെ കൊണ്ട് ആദ്യം പറയുന്ന കാര്യം, സർ പ്ലീസ് സിംഗ് എ സോങ് ഫോർ us, വോയിസ് ഈസ് ദാറ്റ് ബേസി എന്ന് പറയും. അപ്പോ എനിക്ക് ബേസ് ചെറുപ്പത്തിലെ കൂടുതലും ദാസേട്ടന്റെ പാട്ടുകൾ പാടിയിട്ടാണ് ഞാൻ ശീലിക്കാറ്, പ്രാക്ടീസ് ചെയ്യാറ്. ദാസേട്ടന്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ദാസേട്ടന്റെ ആ സമയത്ത് ഗാംഭീര്യമുള്ള ശബ്ദം ട്രൈ ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ കിട്ടിയതായിരിക്കും. പിന്നെ എനിക്ക് ബേസ് അത്യാവശ്യം പോകുന്ന ഒരു ശബ്ദമാണ്, കുറച്ച് കട്ടിയുള്ള ശബ്ദമാണ് ബേസിക്കലി. തെലുങ്കില് ഫേവറേറ്റ് ആയിട്ടൊരു സോങ് പറഞ്ഞ പാടാൻ പറ്റുന്ന സോങ് ഏതായിരിക്കും? തെലുങ്കില് പാടാൻ പറ്റുന്ന പാട്ടുകൾ എനിക്ക് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് എന്നോട് ചോദിച്ചാ ഞാൻ ചെയ്ത പാട്ട് ആക്ച്വലി പാടാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സോങ് ആണ്. പക്ഷെ അത് അത്ര വലിയ ഹിറ്റ് ആയില്ല അവിടെ. എന്തുക്കോ എവർക്കോ തെളിയീ പയനം ముందుకో తెలుసక దరరీ తరరా దరరీరరా తరరారరా దరరీరరా తరరారరా దరరీరరా తరరారరా ദരരാരീ തരരാ. അടിപൊളി. കാർത്തികാണ് പാടിയത്. ഗീത ആർട്സിന്റെ മൂവിയായിരുന്നു. അല്ലു അർജുൻ സാറുടെ ഫാദർ അല്ലു അരവിന്ദ് സാർ പ്രൊഡ്യൂസ് ചെയ്ത മൂവിയായിരുന്നു. കോട്ടബൊമ്മളി PS എന്ന് പറഞ്ഞത് നമ്മുടെ മലയാളത്തിലെ നായാട്ടിന്റെ റീമേക്ക്. അപ്പൊ അതിലുള്ള പാട്ടാണിത്. ലിറിക്ക്
മറന്നുപോയി. തെലുങ്കും കൂടെ ആയതുകൊണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കുള്ളതൊക്കെയായി. 10ാം വളവിലെ വിശേഷത്തിലേക്ക് വന്നാലോ. ആ. എങ്ങനെയായിരുന്നു ആ ഒരു ഒന്നും കൂടെ സമയം ആ ഒരു സമയത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. സമയം കൂടെ അല്ലേ? അതെ, രണ്ടും കൂടെ ടമയായി പോയി. പറഞ്ഞോ. 10ാം വളവ് അഭിലാഷിന്റെ കൂടെ, അഭിലാഷ് എന്ന റൈറ്റർ, ആ ഒരു പ്രത്യേകത എനിക്കുണ്ടായിരുന്നു. കാരണം അഭിലാഷ് ആ സമയത്ത് ഞങ്ങൾ കടാവർ ചെയ്തിട്ടുണ്ടായി, നൈറ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് 10ാം വളവ് വരുന്നത്. അതിനേക്കാട്ടിലുപരി പപ്പേട്ടൻ, എം പത്മകുമാർ, പപ്പേട്ടൻ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന, ജോസഫിലൂടെ കൊണ്ടുവന്ന പപ്പേട്ടൻ്റെ അടുത്ത സിനിമ again ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷം കൂടെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതാണ് ഏലമലക്കാടിനുള്ളിൽ എന്ന് പറഞ്ഞ പാട്ട്. ഏലമലക്കാടിനുള്ളിൽ ഡെഫിനറ്റ്ലി ഉയരുന്നാഥനുടെയും ഭൂമത്തോടെയും വൈബൊക്കെ അതിലുണ്ട്. പിന്നെ അത് കൂടാതെ അത് വൈബിന് വേണ്ടി മാത്രം ചെയ്തതല്ല, അത് ആ സിനിമയ്ക്കും ആ കഥാപാത്രത്തിനും ആ ഒരു സിറ്റുവേഷനും വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പാട്ടിലേക്ക് എത്തിയത്. ഹരിചരണാണ് ആ പാട്ട് പാടിയത്. പിന്നെ അതിലുള്ളൊരു പ്രത്യേകത, ഞാൻ ആ സമയത്ത് ബുഡാപെസ്റ്റ് എന്ന സ്കോറിംഗ് ഓർക്കസ്ട്ര, ഒരു ബുഡാപെസ്റ്റ് സ്കോറിംഗ് ഓർക്കസ്ട്ര കൊണ്ടാണ് നമ്മൾ കൂടുതലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ അതിലൊരു പാട്ടും ഒക്കെ അറേഞ്ച് ചെയ്തത്. സ്ട്രിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തത് പുറത്തുനിന്നായിരുന്നു. ഒരു വലിയ സെഷൻ, കുറച്ചൊരു ബിഗർ സൈസ് സെഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി പറ്റിയിട്ടുണ്ട്. കൂടുതലും സ്ട്രിങ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ്ലി, പാട്ടുകളാണെങ്കിലും. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടീമിനെ കൊണ്ട് നമുക്ക് വായിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഒരുപാട് പേര് വായിപ്പിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് ഞാൻ കണ്ടക്ട് ചെയ്തത് 10ാം വളവിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? ഈവൻ ആഫ്റ്റർ യു ഹവ് റീച്ച്ഡ് എ പോയിന്റ്, സ്റ്റാർട്ടേഴ്സിൻ്റെ കേസല്ല ഞാൻ പറയുന്നത്, ഈവൻ ആഫ്റ്റർ യു ഹവ് റീച്ച്ഡ് എ പോയിന്റ്, ഇപ്പം നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രഗിൾസ് എന്തൊക്കെയാണ് ആസ് എ കമ്പോസർ? ക്രിയേറ്റീവായിട്ടുള്ള ഒരു ബ്ലോക്ക് ഒക്കെ നമുക്ക് സംഭവിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ തിരക്ക് വരുന്ന സമയത്ത്, നമ്മൾ ഇതിൽ തിരക്ക് വരുന്ന മുന്നേ നമ്മൾ കൃത്യമായിട്ട് ചിലപ്പോൾ ഒരു 12 മണിക്കൂർ അതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യും. അപ്പോൾ 12 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര പ്രൊഡക്റ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ തിരക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 12 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് ഇത്ര പ്രൊഡക്ട്സ് ആയിരിക്കും, വൈഡ് വെറൈറ്റീസ് ഇൻ ഡിഫറെന്റ് ജോണർ. എല്ലായിടത്തും പ്രഷർ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായി പോകും. ഏത് മൈൻഡ് സെറ്റ് ഓൺ ആക്കണം എന്നറിയാൻ പാടില്ലാത്തൊരു സ്റ്റക്ക്. ഒന്ന് ചെയ്യുന്നത് ഭയങ്കര ഒരു റസ്റ്റിക് ആയിട്ടുള്ളൊരു ടോൺ ആണെങ്കിൽ അടുത്തത് വളരെ ചീസി ആയിട്ടുള്ളൊരു ടോൺ ആയിരിക്കും, അടുത്തത് വളരെ കമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് ടോൺ ആയിരിക്കും, ഒന്ന് വളരെ എക്സ്പെരിമെന്റ് ആയിട്ടുള്ളൊരു ട്രാക്ക് ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള എല്ലാം കൂടെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഓക്കെ, കുറച്ചു നേരം ഉറങ്ങിയേക്കാം. അതെ. അപ്പോൾ ഉറങ്ങുമ്പോൾ എന്താ പ്രശ്നം? ഉറങ്ങുമ്പോൾ ഈ സ്ട്രെസ് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചാടി എണീക്കും. ഒരു രാത്രി കിടക്കുകയാണെങ്കിൽ 12 മണിക്ക് എണീക്കും, 2 മണിക്ക് എണീക്കും, 4 മണിക്ക് എണീക്കും, 6 എണീച്ച് വേഗം ഇട്ട ഡ്രസ്സോടുകൂടെ സ്റ്റുഡിയോയ്ക്ക് പോകാൻ ചിലപ്പോൾ. അപ്പോൾ എന്തെങ്കിലും സമാധാനം എവിടെയെങ്കിലും കിട്ടിയോ? ഇല്ല. അപ്പോൾ അങ്ങനൊരു ബ്ലോക്ക് സംഭവിക്കാം. അപ്പോൾ അതിനെ നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഓരോന്നിന് സമയം കൃത്യമായിട്ട് ചോദിക്കണം ഫസ്റ്റ്. പക്ഷെ അത് പലയിടത്തും കിട്ടാറില്ല എന്നുള്ളതാണ് അടുത്ത സ്ട്രെസ്. എല്ലാ ആൾക്കാരും ഓരോ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടും ഒക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്ട്രെസ് ശരിക്കും എല്ലാ കമ്പോസേഴ്സും എടുക്കും. പിന്നെ നമുക്ക് കമ്പോസിങ്ങിന് ഇരിക്കുന്ന സമയം നമുക്ക് പലപ്പോഴും കിട്ടാതെ ഒരവസ്ഥ വരും. മീറ്റിങ്ങുകൾ സ്ക്രിപ്റ്റ് കേൾക്കൽ, അങ്ങനത്തെ കാര്യങ്ങളിൽ തിരക്കുകൾ കൂടാൻ സാധ്യത. അപ്പോൾ അതിനും ഒരു ലിമിറ്റ്, അതിനും ഒരു നമ്മൾ എന്തോ കണ്ടെത്താനുണ്ട്, അതിനെ മാനേജ് ചെയ്യാൻ. കാരണം നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മ്യൂസിക് പ്രൊഡക്ഷനിലാണ്. അപ്പം അതിന് സമയം പലപ്പോഴും ഇപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ചില ദിവസങ്ങളിൽ ഈക്വലി പുറത്തും ഈക്വലി സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു. അത് പാടില്ലല്ലോ. എന്തായാലും സ്റ്റുഡിയോയിൽ തന്നെ ആയിരിക്കണ്ടേ ഫുൾ ടൈം. അതിന്റെ കുറച്ച് സമയം മാത്രമായിരിക്കണം പുറത്ത്. അപ്പോൾ പക്ഷെ പുറത്ത് നമ്മൾ പോകുന്നത് സിനിമ റിലേറ്റഡ് കാര്യങ്ങൾക്ക് തന്നെയാണ്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഡിസ്കഷന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഈ മാനേജ്മെന്റിൽ, ടൈം മാനേജ്മെന്റ് ഒരു വലിയൊരു സ്ട്രെസ്സായിട്ട് എനിക്ക് മാത്രമായിരിക്കില്ല, മിക്കവർക്കും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനെ എത്രമാത്രം സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിച്ച് ഡിഗ്രി പാസ്സായേ പറ്റൂ, എന്നാലേ നമുക്ക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. സ്ട്രെസ് വന്നാൽ പെട്ടെന്ന് ഉറങ്ങുമോ? ഉറക്കം അല്ലെങ്കിൽ ഭക്ഷണം,
പുറത്തേക്ക് പോക്കാണ്. എന്നെ പാലക്കാടിലേക്ക് ഒറ്റ വിടലങ്ങ് വിടും. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുകയാണ്. ഞാൻ എന്റെ വൈഫിനോട് ഞാൻ പറയും റെഡി ആയിക്കോ വിടാം. അവിടെ പോയി ഇരുന്നിട്ടൊക്കെ കൂടുതൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്യാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ സുമതി വളവിലെ ഒറ്റ നോക്ക് എന്ന് പറഞ്ഞ പാട്ടില്ലേ, ഒറ്റ നോക്ക് കൊണ്ട് ഞാൻ, ആ പാട്ട് കമ്പോസ് ചെയ്തത് സുമതി വളവിൽ ഒരു പാട്ടും കമ്പോസ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പടം ഷൂട്ട് തുടങ്ങാൻ ഒരു പാട്ടോ മറ്റാണ് ആകെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോ പടം ഷൂട്ട് തുടങ്ങുന്ന ദിവസം അപ്പൊ ഞാൻ ഇനിയും തുടങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മുടെ ടീം ആയതുകൊണ്ട് അഭിക്കും വിഷ്ണുവിനും ആർക്കും പരാതിയോ ടെൻഷനോ ഒന്നുമില്ല. നമ്മൾ സമയത്തിന് കൊടുക്കുന്നത് അവര് ഹാപ്പി ആവുന്ന സാധനം ആയിരിക്കും എന്നുള്ളവർ അവർക്ക് അറിയാം. നമുക്ക് പക്ഷെ ഉള്ളില് അവരോടത് കാണിക്കില്ല, പക്ഷെ ഉള്ളിൽ ടെൻഷൻ ഉണ്ട്. ഭഗവാനെ ഇത് വിചാരിച്ച സമയത്ത് കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ. എന്നാലും ഞാനും ഹരിനാരായണനും കൂടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിലാണ് സൈഡില് പാലക്കാട് എവിടെയായിരുന്നു, ഒരു ഗ്രാമത്തിലായിരുന്നു, വടക്കഞ്ചേരിയുടെ അറ്റത്തകത്ത് അതിന്റെ പാരലൽ സൈഡിലുള്ള വളരെ ഒരു കുഗ്രാമത്തിലായിരുന്നു ഷൂട്ട്. അപ്പൊ കലിങ്ക് എന്ന് പറയുന്ന സാധനമില്ലേ നമ്മളിരിക്കുന്ന, ആ കലിങ്കിൽ പോയിട്ട് ഞാനും ഹരിനാരായണൻ ചേട്ടനും സന്തോഷ് വർമ്മയുണ്ട്, ഞാനും ഹരിയേട്ടനും കൂടി ഇരുന്നിട്ടാണ് ഞാനൊരു ട്യൂണ് എന്തോ പാടി. നമ്മുടെ ഷഹബാസ് ഇതുപോലെ പാടി എങ്ങനെ ഇരിക്കുന്ന ചിന്തിച്ചുകൊണ്ട് വരികൾ എഴുതാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി എഴുതിയതാണ് ഒറ്റ നോക്ക് കൊണ്ട് ഞാൻ തൊട്ട് നിന്ന് ഒറ്റ വാക്ക് കാത്ത് ഞാൻ മുട്ടി നിന്ന് എന്നാണ് എഴുതിയത്. അപ്പോൾ അവിടെയാണ് ഇവരുടെയൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അതായത് സന്തോഷ് ചേട്ടൻ അപ്പൊ തന്നെ വന്നിട്ട് ഹരി അങ്ങനെയാണെങ്കിൽ അവിടെ തട്ടിമുട്ടി നിന്ന് എന്നാക്കിക്കൂടെ, അപ്പൊ ഭാസ്കര മാഷിലേക്ക് ഒരു ലൈൻ പോലെ ഫീൽ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തട്ടിമുട്ടി നിന്ന് ആക്കുന്നത്. അപ്പോ ട്യൂണ് വേറെ ആയിരുന്നു. എന്നിട്ട് ഞാൻ കൊണ്ട് വിഷ്ണു ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ. ആ സമയത്ത് ഞാൻ വിഷ്ണു ആദ്യം പോയിട്ട് പാടി കൊടുക്കുന്നുണ്ട്. അവൻ പറഞ്ഞു കൊള്ളാം, ഈ സ്ഥലം കുഴപ്പമില്ല, ലിറിക്ക് കൊള്ളാന്ന് പറഞ്ഞു. മനസ്സിലായി ട്യൂണ് കൊള്ളില്ല എന്ന് മനസ്സിലായി എനിക്ക്. അപ്പൊ ഞാനിത് ഓക്കേടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവനൊന്നും പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഈ ലിറിക്ക് തന്നെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ വേറൊരു ട്യൂണാണ് ഇപ്പൊ കേൾക്കുന്ന ട്യൂണ്. ആ ലിറിക്ക് വെച്ചിട്ട് അന്ന് കമ്പോസ് ചെയ്ത യാതൊരു പരിപാടി അതിലില്ല. അപ്പൊ ഹരിയേട്ടൻ എന്നെ കൊണ്ട് പറഞ്ഞു, എടാ ഭയങ്കര ഗംഭീര ഇതായി പോയല്ലോടാ, നീ ഇങ്ങനെ ചെയ്യുന്നതിനെ പ്രതീക്ഷിച്ചില്ല. അതായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ട്യൂണ സെയിം ലിറിക്ക് വെച്ചിട്ട് ലിറിക്കിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്യൂണ് വന്നു എന്ന് പറഞ്ഞു ഹരിയേട്ടൻ. ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് ഡബ്സിക്ക് വേണമെങ്കിലും പാടാം, ആർക്ക് വേണമെങ്കിലും പാടാമല്ലോ എന്നാണ് ഹരിനാരായണൻ അന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ അവിടെ വെച്ച് പാടിയപ്പോ സെറ്റ് ആയില്ല എന്നുള്ളതൊരു വാശി വന്നു. ഞാൻ ബെറ്റർ ആക്കും, ഞാൻ ഒരാളുടെ മുഖം കണ്ടാലോ ഒരു വാക്കിൽ ഹലോ കേട്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ കൊടുത്ത ചെറിയ പ്രശ്നം ഉണ്ടല്ലോ എന്ന് എനിക്കറിയാം. അപ്പൊ തന്നെ ഞാൻ പിടിക്കും. എന്തൊക്കെ ഹാർഡ് വർക്കാ ചെയ്തത് ബെസ്റ്റ് ആക്കി ആ ഒരു സോങ് പുറത്തിറക്കാൻ? ഹാർഡ് വർക്ക് അല്ല, ഏകാഗ്രത എന്ന് പറയില്ലേ, അത്രേ ആവശ്യമുള്ളൂ. നമ്മൾ വേറെ ഈ ഡിസ്ട്രാക്ഷൻസ് എന്നൊക്കെ മാറി അകത്ത് വന്നിരിക്കണം. സ്റ്റുഡിയോയുടെ അകത്തല്ല, മൈൻഡ് വൈസ് അകത്ത് വന്നിരിക്കണം. അങ്ങനെ വന്നിരുന്നാലേ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയത് തന്നെയാണ്, അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും വർക്കൗട്ട് ആവും. ഒറ്റയ്ക്ക് വീട്ടിലിരുന്നപ്പോ തന്നെയാണോ അതിന്റെ ഫൈനൽ ഔട്ട്? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെയാണ് കിട്ടുക. മാനസികമായിട്ടും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ കിട്ടുള്ളൂ. അതിന്റെ കാര്യം.